പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും. ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം. ഈ പറയുന്നത് മുഴുവനായിട്ട് ശ്രദ്ധയോടെ ക്ഷമയോടെ കേൾക്കാനുള്ള ഒരു മനസ്സ് എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഉണ്ടാകണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഫേസ്ബുക്കിൽ 4-5 മാസം മുമ്പ് ഞാൻ ജംഷീർ കൈനിക്കരയുടെ കുട്ടിയുടെ ബർത്ത്ഡേക്ക് പോയപ്പോൾ ഒരു വ്യക്തി വല്ലാതെ നമ്മൾ ആ വേദിയിൽ ഉണ്ടായിരുന്ന മൊത്തം പുതിയ തലമുറയിലെ പാട്ടുകാരെ എഴുത്തുകാരെയും കുറിച്ചൊക്കെ വളരെ മോശമായ രീതിയിൽ പുതിയ സൃഷ്ടികൾ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ മാപ്പിളപ്പാട്ടിനെ അവഹേളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചപ്പോൾ അതിന് മറുപടി കൊടുക്കാൻ വേണ്ടി ഞാൻ മൈക്കെടുത്ത് പറഞ്ഞു പോയ കാര്യങ്ങളിലെ ചില ഭാഗങ്ങൾ മാത്രം മുന്നും പിന്നും ഇല്ലാതെ കട്ട് ചെയ്തിട്ട് അത് ഒരു വ്യക്തിയോട് പറഞ്ഞ കാര്യം മൊത്തം സമൂഹത്തോട് പറഞ്ഞ രൂപത്തിലാക്കിക്കൊണ്ട് ചിത്രീകരിക്കുകയും അപകടകരമായ രീതിയിൽ അത് ആഘോഷിക്കുകയും ചെയ്ത ചിലരുണ്ട്. എന്നാൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഇത് കണ്ടിട്ടുണ്ട്. എന്നെ ഇഷ്ടപ്പെടുന്നവരും എന്നെ സ്നേഹിക്കുന്നവരും എന്നോട് ഇതിൽ പ്രതികരിച്ചത് ഇങ്ങനെ ഷാഫി പറയരുതായിരുന്നു, ആ വാക്ക് ഉപയോഗിക്കരുതായിരുന്നു എന്നൊക്കെയാണ്. ഞാൻ അതിലുപയോഗിച്ച വാക്ക് അങ്ങനെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു ഹംക്ക് ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം പോലും എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ആ വാക്കിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല. വ്യക്തിയോടായാലും സമൂഹത്തോടായാലും ആ പറഞ്ഞത് തെറ്റ് തന്നെയാണ്. എന്റെ വിവരമില്ലായ്മ കൊണ്ട്, എന്റെ പ്രായത്തിന്റെ ഒരു പ്രസരിപ്പ് കൊണ്ട് മനുഷ്യനല്ലേ വായിൽ വന്നു പോയൊരു തെറ്റ് അതെന്റെ പ്രിയപ്പെട്ടവരെ വേദനിപ്പിച്ചെങ്കിൽ ഞാൻ വളരെ താഴ്മയോടെ നിങ്ങളെല്ലാവരും ക്ഷമ ചോദിക്കുന്നു. എല്ലാവരും മാപ്പാക്കുക, എല്ലാവരും പൊറുക്കുക. കാരണം ഞാൻ ഈ വിവരം അറിയുന്ന സമയത്ത് എന്നെ വ്യക്തിപരമായിട്ട് അറിയുന്ന ആളുകൾക്ക് എന്റെ സ്വഭാവം അറിയാം. ഞാൻ ഏറ്റവും കൂടുതൽ നല്ലത് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചൊരു മനുഷ്യനാണ്. എനിക്ക് വലിയ അറിവൊന്നുമില്ലെങ്കിലും എന്നാൽ കഴിയാവുന്നത് ഈ ഫീൽഡിന്, ഈ മീഡിയക്ക് നന്മ വരാനും നല്ല കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഈ വിവരം അറിയുമ്പോൾ ഞാൻ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി അൽഹംദുലില്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്തിട്ട് അവിടെ മസ്ജിദുൽ ഹറമിലായിരുന്നു. ആ സമയത്ത് എനിക്ക് വളരെയധികം സങ്കടം തോന്നി. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അതിലെ കമന്റ്സുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കട്ടെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളും ഞാനൊക്കെ മനുഷ്യന്മാരാണ്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിലും നമുക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടാവാം. ഞാൻ അവിടെ ഇത് ആരോട് പറഞ്ഞതാണെന്നോ എന്തിനു പറഞ്ഞതാണെന്നോ അതിന്റെ മുന്നും പിന്നും എന്താണെന്നോ ചിന്തിക്കാതെ ആ ഒരു വാക്ക് ഞാൻ പ്രയോഗിച്ചത് നമുക്ക് എന്നുള്ള വാക്കാണെങ്കിൽ അതിനേക്കാൾ എത്രയോ നീചമായ വാക്കുകളെ കൊണ്ട് തെറിയഭിഷേകം ചെയ്തിട്ടല്ല അതിന് പ്രതികരിക്കൽ. നല്ലവരായിരുന്നെങ്കിൽ നിങ്ങൾ അതിലും വലിയ തെറ്റാണ് അങ്ങനെ പ്രതികരിച്ചവർ, ഈ മീഡിയയിലൂടെ സംസ്കാരശൂന്യമായിട്ട് പ്രതികരിച്ചവർ പൊതുജനത്തോട് ചെയ്തത് അതിലും വലിയ തെറ്റല്ലേ? എത്ര വലിയ തെറികൾ എന്റെ മരിച്ചുപോയ ഒന്നും അറിയാത്ത വാപ്പാനെ കൂട്ടിത്തെറി പറഞ്ഞിട്ടുണ്ട്, എന്റെ നിരപരാധിയായ ഉമ്മയെ കുറിച്ച്. ഞാൻ ഇതിനൊക്കെ സബൂറോടുകൂടി, ഞാൻ അങ്ങനത്തെ ഒരു സ്ഥലത്തായതുകൊണ്ട് റബ്ബിനോട് നിങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി, അങ്ങനെ എഴുതിയവർക്ക് പുറത്തു തരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്റെ ഉമ്മാനെ കൊണ്ട് ഉപ്പാനെ കൊണ്ടും നിങ്ങൾക്ക് ഒരു പക്ഷെ പൊരുത്തപ്പെടിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. ഉപ്പാനെ കൊണ്ട് തീരെ മരിച്ചു പോയിട്ട് 6 കൊല്ലമായി. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇനി എന്നെ നിങ്ങൾ എന്തും വിളിച്ചു, ഇനി ഏതെങ്കിലും കലാകാരന്റെ വായിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുജനം മധ്യത്തിൽ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ഇടപഴകുന്ന ആളുകളെടുത്തുനിന്ന് മനുഷ്യന്മാരാണ്, തെറ്റുപറ്റാതിരിക്കില്ല. പ്രവാചകന്മാരെന്നല്ലല്ലോ നമ്മളൊന്നും. അങ്ങനെ നാവിന്റെ തുമ്പത്തുനിന്ന് എന്തെങ്കിലും വന്നു പോയാൽ അത് ശരിയായില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് ബദൽ ഇത്ര വലിയ തെറി കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും അവരുടെ വീട്ടുകാരെയും സംസ്കാരത്തെയും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള കമന്റ്സുകൾ അയക്കുന്നതൊക്കെ നിങ്ങൾ മറ്റുള്ള ആരെ കാര്യത്തിലും ഇങ്ങനെ ഉണ്ടാവരുത്, ഇനി ആവർത്തിക്കരുത് എന്നൊരു അപേക്ഷ എനിക്കുണ്ട്. എനിക്കെതിരെ തെറി വിളിച്ചവർക്കെതിരെ എന്റെ പ്രിയപ്പെട്ട എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എന്റെ സഹപ്രവർത്തകരായ താജുക്കയും അതുപോലെ ആസിഫും നിസാർ വയനാടും അതുപോലെ ആസിഫിന്റെ അനിയൻ അഫ്സൽ, അതുപോലെ എന്നെ അറിയാവുന്ന ഒരുവിധം ഗായകരൊക്കെ ചേർന്നിട്ട് എന്നോട് സൈബർ സെല്ലിൽ കേസ് കൊടുക്കാൻ പറഞ്ഞു. പ്രത്യേകിച്ച് നമ്മളൊക്കെ കൂട്ടുകാരനായ പ്രിയപ്പെട്ട അമീദ് എന്നോട് പറഞ്ഞു, തെറ്റായ ഒരു വാചകം ഷാഫി പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് ഷാഫിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞ അമീദ് എന്റെ സ്വഭാവം അമീദ് അറിയാലോ, അത് ഞാൻ പറഞ്ഞ വ്യക്തിപരമാണെങ്കിലും സമൂഹത്തിലാണെങ്കിൽ തെറ്റാണ്, അതിനെ ഞാൻ ന്യായീകരിക്കുന്നത്. പക്ഷേ അതിൽ എന്നെ ഉപദേശിക്കുന്നതിന് പകരം അത് കൊണ്ടാടി എന്തുദ്ദേശത്തിലാന്ന് ഞാനറിയില്ല. ഞാൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല. അതിവിടെ കൊണ്ടാടി ഒരു വിഭാഗം ആളുകളുണ്ട്. ദയവ് ചെയ്ത് എന്റെ പ്രിയപ്പെട്ട എന്നെ അങ്ങനെ വേദനിപ്പിച്ച സുഹൃത്തുക്കളോട് എനിക്കൊരു അപേക്ഷയുണ്ട്, ഇതിവിടെ വെച്ച് നിർത്തുക. ഞാൻ പൊതുജന സമക്ഷത്തിൽ പൊതുജനങ്ങളോട് എന്റെ പ്രിയപ്പെട്ട എന്നെ സ്നേഹിക്കുന്ന എന്നെ അറിയുന്ന ഷാഫിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ആളുകൾക്ക്
ളോട് എനിക്ക് പറ്റിയ ആ അബദ്ധത്തിന് ഞാൻ മാപ്പ് പറഞ്ഞിരിക്കുന്നു. ഇതിവിടെ തീരണം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അള്ളാഹു പ്രായത്തിനൊത്ത ബുദ്ധിയും വിവരവും എനിക്കടക്കം എല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.